ഹൊലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുൽപ്പായയുടെ വേസ്റ്റ് വെച്ചിട്ടോ ഈ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ. ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനം നമ്മൾ പുൽപ്പായയുടെ വേസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട്, ഒരു ത്രെഡ്, ഒരു ഗം എടുത്തിട്ടുണ്ട്, കത്രിക എടുത്തിട്ടുണ്ട്, ഒരു ഇർക്കൽ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈ പുല്ലുപായയുടെ വേസ്റ്റ് നമ്മൾ എക്സിബിഷന് പോയ സമയത്ത് നമ്മുടെ കൂടെ ഈ പുല്ലുപായ ഉണ്ടാക്കുന്നവർ സൊസൈറ്റി പൈങ്കുളം സൊസൈറ്റിക്കാരുണ്ടായിരുന്നു കേട്ടോ. അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ഇതിൻ്റെ വേസ്റ്റ് പല കളറായിട്ട് അവരെ കയ്യിലിരിക്കുന്നുണ്ട്, നല്ല ഭംഗി ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അവർ തന്നതാട്ടോ അത്. ഇതിൻ്റെ പല കളറും തന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ റെഡ് വെച്ചിട്ട് എളുപ്പത്തിലൊരു ഫ്ലവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എക്സിബിഷന് പോയപ്പോൾ തീരെ സുഖമില്ലാതായിപ്പോയി, പനിയൊക്കെ പിടിച്ചിട്ട് പൊടിയൊക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റം ഉണ്ടാക്കാം, പക്ഷെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ട് ഒരു 2-3 ആഴ്ചയായി ഈ വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ എക്സിബിഷന് പോയ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് എളുപ്പത്തിലൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അടുത്ത് നല്ലൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു ഫ്ലവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത്ര ലോങ് വീഡിയോ അങ്ങനെ കുറേ 3 ആഴ്ചയൊക്കെ ഇട്ടിട്ട് പിന്നെ എന്താണാവോ എന്ന് വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ പെട്ടെന്ന് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി കൂട്ടി പിടിക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ്, ഇതൊന്നും വേസ്റ്റായി പോണതും അല്ല. ഇതൊക്കെ നമുക്ക് പുല്ലൊക്കെ ഉണക്കിയിട്ടോ വാട്ടിയിട്ടോ ഇനിയിപ്പോൾ കളർ മുക്കിയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അതുകൊണ്ട് വാട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കഴുകി ഉണക്കിയിട്ടൊക്കെ നമുക്ക് ഇതാണ്ടോ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ബലത്തിലൊന്ന് കെട്ടി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ്, കേടൊന്നും വന്ന് പോവില്ല. അപ്പോൾ ഇങ്ങനെ മുറുക്കി കെട്ടിയതിന് ശേഷം നമുക്ക് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് വൈക്കോല് വെച്ചിട്ട് കളർ കൊടുത്തിട്ട്, വൈക്കോല് നല്ല കറുപ്പ് കളറാവാത്ത വൈക്കോലില്ലേ, അത് വെച്ചിട്ട് വേണമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. കളർ കൊടുത്തിട്ട് കുറച്ച് ഗമ്മിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ടാപ്പ് ഇത് ചുറ്റി കൊടുക്കാം. ഇത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. ഇത് ഒരിക്കലും കേട് വരില്ല. നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം. അപ്പോൾ ഇനി വൈക്കോല് ഉണക്കിയിട്ടോ അത് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ ഒന്ന് വേവിച്ചെടുത്ത് ഉണക്കിയിട്ട് കളർ മുക്കിയിട്ടായാലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇതും കൊണ്ടൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഫ്ലവർ ഉണ്ടാക്കാം. എന്നിട്ട് ഇതൊന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ പൊട്ടാതിരിക്കാനാണ്. അപ്പോൾ നമ്മളിതിവിടെ ഒപ്പല്ലെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ വെച്ചത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് വെള്ളം നനയ്ക്കൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ വെള്ളം നനയ്ക്കാൻ പറഞ്ഞ്. പിന്നെ അത് അങ്ങനെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല, വെള്ളം നനച്ചിട്ട് ഇങ്ങനെ വെക്കുക. കണ്ടോ, അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതേപോലെ ഇതെല്ലാം നമ്മൾ അങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ പാള ഫ്ലവർ ഇതിൽ വെട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാനൊന്നും നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ വേസ്റ്റ് ഒന്നും കളയാണ്ട് നമുക്ക് ഇതേപോലെ പല ഐറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സുഖമില്ലാത്ത കാരണം കേട്ടോ ചെറിയൊരു വീഡിയോ ചെയ്തത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുവരെ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എക്സിബിഷന് പോയ കാരണം വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. ഓക്കെ, താങ്ക് യു കേട്ടോ.